അമ്മായി അച്ഛന്റെ തണലിൽ മന്ത്രിസ്ഥാനവും കിട്ടി, എയും എഡിറ്റിംഗും ഒക്കെ നടത്തി 10 റീലും ഇട്ടാൽ എല്ലാം തികഞ്ഞു എന്നാണ് മന്ത്രി റിയാസിന്റെ വിചാരം. ഒരൊറ്റ റോഡെങ്കിലും കേരളത്തിൽ പൊട്ടിപ്പൊളിയാതെ നിർമ്മിക്കാൻ ഈ ആധുനിക പരിജ്ഞാനമൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നന്നായേനെ. കയ്യിൽ കൊടുത്ത വകുപ്പൊക്കെ കുട്ടിക്കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ കുട്ടിച്ചോറാക്കിയിട്ടാണ് മന്ത്രിയുടെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രസിക്കുന്ന വിനോദം. അടുത്ത മുഖ്യമന്ത്രി കസേരയും ബുക്ക് ചെയ്ത് വെച്ചിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെയുള്ള അണികൾക്ക് പോലും സ്വീകാര്യനല്ല താൻ എന്നെങ്കിലും കുറഞ്ഞ പക്ഷം ബോധ്യം കുറച്ചുണ്ടാവുന്നത് നല്ലതാണ്. കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞിപ്പോൾ വാവിട്ടു പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മാനസപുത്രനായി അങ്ങ് കേന്ദ്രത്തിൽ ഗഡ്കരിയുടെ കാൽ ചുവട്ടിൽ കാണിക്കയും വെച്ച് കാലും തിരുമ്മിക്കൊടുത്ത് കിട്ടിയ റോഡ് വികസനത്തിന്റെ തുക മുഴുവൻ സ്വന്തം കീശ വികസനത്തിന് ചിലവാക്കിയിട്ട് മലബാർ മുതൽ ആലപ്പുഴ വരെ ഭൂകമ്പം വന്നതുപോലെ തകർന്നു തരിപ്പണമായ പോലെയുള്ള റോഡിന്റെ ഡെമോ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടാണ് റിയാസ് ഇനി ഫണ്ടും ചോദിച്ച് കേന്ദ്രത്തിലേക്ക് ചെന്നാൽ അടിച്ചോടിക്കുമെന്നായപ്പോൾ പാവപ്പെട്ട കരാർപ്പണിക്കാരന്റെ തലയിൽ കേരളത്തിലെ മുഴുവൻ റോഡിന്റെയും ഉത്തരവാദിത്വം കൊണ്ടിട്ട് കൈകഴുകി ഇപ്പോൾ ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത പോലെ കേന്ദ്രത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നതെന്ന് ഓർക്കണം. ഒരു സംസ്ഥാനത്തിന്റെ റോഡും ടൂറിസവും പോലും നേരാവണ്ണം നോക്കാൻ കഴിയാത്ത മന്ത്രി റിയാസ് ആണ് ഇന്ത്യയുടെ മുഴുവൻ ഭരണ ചുമതല വഹിക്കുന്ന മോദിയെ കുറ്റം പറയാൻ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരേന്ദ്ര ഭീതി എന്ന് വിളിച്ചാണ് മന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ച സംഭവത്തിലാണ് മന്ത്രി നരേന്ദ്രമോദി അല്ല നരേന്ദ്ര ഭീതിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധം ഉയരണമെന്നും മന്ത്രി പറഞ്ഞു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ക്രിസ്ത്യൻ പുരോഹിതർക്കും മതന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണം ശക്തമാവുകയാണെന്നും രാജ്യം ഇന്നുവരെ കാണാത്ത ജനവിരുദ്ധ നയങ്ങളുമായാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി ആരോപിച്ചു. എന്നാൽ ഈ പറയുന്ന മന്ത്രി റിയാസിന്റെ തന്നെ മൂക്കിന് താഴെ മുഖ്യന്റെ കൺമുന്നിൽ മാസങ്ങളോളമായി സമരം നടത്തുന്ന ആശാ തൊഴിലാളികളെയും ഉപ്പുകല്ലിൽ സമരം ചെയ്ത റാങ്ക് ലിസ്റ്റിൽപ്പെട്ട സ്ത്രീകളെയും ഒന്നും കാണാൻ കണ്ണില്ല. എന്നാൽ BJP സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ 100 കാര്യങ്ങൾ കണ്ടെത്താൻ അതിവിദഗ്ധ കഴിവുമാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വലിയ പ്രശ്നമായി മാറി. പട്ടിണിയും ദാരിദ്ര്യവും പെരുകുകയാണെന്നും ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റു മതങ്ങളോടുള്ള വിരോധം കുത്തിവെച്ച് വർഗീയത നടപ്പിലാക്കാനാണ് മോദിയും BJPക്കും ശ്രമിക്കുന്നത് എന്നുമുള്ള രൂക്ഷ ആരോപണങ്ങളാണ് മോദിക്ക് നേരെ യാതൊരു യുക്തിയുമില്ലാതെ റിയാസ് നടത്തുന്നത്. അറസ്റ്റ് ചെയ്ത 4ാം ദിവസവും കന്യാസ്ത്രീകളെ സഭാ അധികൃതരുമായി ബന്ധപ്പെടാൻ പോലും പോലീസ് അനുവദിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ BJPയുടെ ഗിമ്മിക്ക് വില പോകില്ല എന്ന് പറഞ്ഞ മന്ത്രി റിയാസ് കേരളത്തിലെ BJPക്ക് അടിസ്ഥാന ഗ്രന്ഥത്തിലെ ശത്രുക്കളെ മാറ്റാൻ കഴിയില്ല എന്നും കേക്ക് കൊടുത്ത് സന്ധി സംഭാഷണത്തിന് പോകുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ ആരൊക്കെയാണ് ശത്രുക്കളെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റിയാസ് വന്ന വഴി ഒന്ന് ഓർക്കുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിലും നന്നായിരിക്കുമെന്ന് മാത്രമാണ് പൊതുജനത്തിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച